ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് ആ റിലേഷൻഷിപ്പിനെ മാത്രമല്ല അത് ഇമ്പാക്ട് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ട്രസ്റ്റ്, അവിടെ ഉണ്ടായിരുന്ന മെമ്മറീസ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുടെ സെൽഫ് എസ്റ്റീം, വർത്ത്, ഇതിനെല്ലാം ഡിമിനിഷ് ചെയ്യുന്ന ഒരു ആക്ടാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾക്കാർ ചീറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള റീസൺസിനെ കുറിച്ചാണ്. ചീറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പൊതുവേ നമ്മൾ ചീറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മൊണോഗമസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരാൾ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വേറൊരു പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വ്യക്തിക്ക് എന്താണ് അവരൊന്നും അവെയർ അല്ല. പക്ഷെ അവരത് അറിയുന്ന സമയത്ത് ഒരാൾ വളരെയധികം ഹേർട്ട് ആവുകയോ അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തൊരു ഫീലിംഗ് അവർക്ക് വരുന്നുണ്ടാവും. പക്ഷെ അപ്പുറത്തെ ആളാണെങ്കിൽ ഇതേ നോ ആക്റ്റീവ്ലി, അതായത് ഞാൻ ഈ വ്യക്തിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചീറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടും അവർ ആ റിലേഷൻഷിപ്പിൻ്റെ പുറത്തേക്ക് വേറൊരാളെ തേടി പോകുന്നതിനെയാണ് നമ്മൾ യൂഷ്വലി ചീറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പോളി രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പ് തുടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഞാൻ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആളല്ല, എനിക്ക് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടാവും, വേറെ ഫിസിക്കൽ ഇൻറ്റിമേറ്റ് ആവാനുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവാം എന്നുള്ള രീതിയിൽ രണ്ട് പാർട്ട്നേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനത്തെ ഒരു നേച്ചറിലേക്ക് അവർ പോവുകയാണെങ്കിൽ അതൊരു ചീറ്റിംഗ് അല്ല. കാരണം എന്താണ്, അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ഒരാൾ ഹേർട്ട് ആവുന്നില്ല, കാരണം കാര്യങ്ങൾ മുന്നേ അറിയുന്നതും അക്സെപ്റ്റൻസും ഉള്ളത് കൊണ്ടാണ്. പക്ഷെ മുന്നത്തെ കാര്യത്തിലാണെങ്കിലോ അവിടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റൻസ് ഇല്ല, കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് അല്ല, ഒരുപാട് ലൈയിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ചീറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. സോ അതുകൊണ്ടാണ് ചീറ്റിംഗ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ കാരണം. പൊതുവെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ചീറ്റിംഗ് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചീറ്റിംഗ് ജസ്റ്റ് ലിമിറ്റഡ് ടു ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ, അതായത് നമ്മുടെ പാർട്ട്ണറിനെ അറിയാതെ നമ്മൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുക, ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ പോലും ചീറ്റിങ്ങിൻ്റെ അണ്ടറായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചീറ്റിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്കണക്ഷൻ ആണ്. അതായത് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഒരു ഇമോഷണൽ കണക്ഷൻ, സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കുറഞ്ഞു വരാനും വൺ ഓഫ് ദ പാർട്ട്നേഴ്സിന് അൺഹേർഡ് ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ ഇല്ല, ഞാൻ പറയുന്ന ഇമോഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അപ്പുറത്തുള്ള വ്യക്തിയില്ലേ അതെനിക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഈ ഒരു കേസ് കാരണം ദേ ലുക്ക് ഫോർ പീപ്പിൾ, അതായത് ഇങ്ങനെ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇമോഷണലി എന്നെ കേൾക്കാൻ എനിക്കൊന്ന് ഒരു വാല്യൂഡായി ഫീൽ ചെയ്യാൻ വേണ്ടി ദേ മൈറ്റ് ലുക്ക് ഫോർ അനദർ പീപ്പിൾ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നീഡ് ഫോർ വാലിഡേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാവും, നമുക്ക് വളരെയധികം വാല്യൂഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ചില റിലേഷൻഷിപ്സിൽ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിമിനിഷ് ചെയ്യുന്ന കാണാറുണ്ട്. ആ ഡിസയറും അല്ലെങ്കിൽ ആ വർത്തും വാല്യൂ ഒക്കെ കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ലാക്ക് ചെയ്യുന്ന പോലെ തോന്നും. സോ വി ലുക്ക് ഫോർ പീപ്പിൾ, അതായത് പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇതേ ഒരു ഫീലിംഗ് നമുക്ക് ഒന്നുകൂടി കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ദേ ലുക്ക് ഫോർ അനദർ പീപ്പിൾ, ഈ ഒരു ഡിസയർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട്. വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാത്തതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നെ പറയാം, പിന്നെ ആക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാതെ വിടുന്ന സമയത്ത് അവിടെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു റിപ്പയർ ഒന്നും നടക്കാത്ത സമയത്ത് എന്തായിരിക്കും അവിടെ പിന്നെയും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ട് വരും. അപ്പോൾ ആ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാതെ ആ ഒരു വോംത്തും അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങും കിട്ടാൻ വേണ്ടി ദേ മൈറ്റ് ലുക്ക് ഫോർ അനദർ പാർട്ട്നർ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് വീക്ക് ബൗണ്ടറീസ് ആണ്. പല പാർട്ട്നേഴ്സും അതായത് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് അവർ ആക്റ്റീവ്ലി ചീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ചിലപ്പോൾ സിറ്റുവേഷനുള്ള സമയത്ത് പല ആൾക്കാർക്കും ഒരു വീക്ക് ബൗണ്ടറി ആയിരിക്കും ഉണ്ടാകുന്നത്. വളരെ റിജിഡ് ആയിട്ടുള്ള ബൗണ്ടറി ഉള്ള ആൾക്കാരിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാനും ചീറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പേഴ്സണൽ പാറ്റേൺ ആണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ആ റിലേഷൻഷിപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് പുറമെയായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിയുടെ പേഴ്സണൽ പാറ്റേൺസ് ആയിരിക്കാം അതിന് കോസ് ആയിട്ടുണ്ടാവുക. ചിലപ്പോൾ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചാടിയെടുത്ത് ഡിസിഷൻസും ചാടിയെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ടാവാം. ഇനി അതല്ലെങ്കിൽ വളരെയധികം നീഡ് ഫോർ അറ്റൻഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ആ ഒരു ഹൈസ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. ഇനി അതിൻ്റെ അപ്പുറമായിട്ട്
ആയിട്ട് പാസ്റ്റ് പാറ്റേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരിങ്ങനെ ചീറ്റിംഗ് പോലെയുള്ള ബിഹേവിയർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ്, അതായത് മുന്നോട്ട് വരുന്ന റിലേഷൻഷിപ്പിലും അവർ ചിലപ്പോൾ ആ ചാൻസസ് കാണിക്കാൻ ഉള്ള ഒരു ചാൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റീസൺസ് ഒക്കെ പറഞ്ഞത് ഒരിക്കലും ചീറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ ചീറ്റിംഗ് ഇങ്ങനത്തെ പാറ്റേൺസ് കാരണമാണ് റിലേഷൻഷിപ്പിൽ വരുന്നത് എന്നുള്ള കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ ചീറ്റ് ചെയ്യപ്പെട്ട വ്യക്തി എപ്പോഴും അവരുടെ സ്വന്തം എബിലിറ്റീനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ റീസൺസിനെ കുറിച്ച് അവെയർ ആവുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ഫുള്ളർ പിക്ചറിൽ മനസ്സിലാക്കാനും കുറച്ചും കൂടി അവെയർനെസ്, വൈ ഇറ്റ് ഹാപ്പൻ എന്നുള്ള ക്വസ്റ്റ്യന് ഒരു ആൻസർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ആഫ്റ്റർ ചീറ്റിംഗ് ഒരു റിലേഷൻഷിപ്പിനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ സം റിലേഷൻഷിപ്സിന് റിക്കവർ ചെയ്യാൻ പറ്റും, വേറെ ചില റിലേഷൻഷിപ്പിന് പറ്റില്ല. അപ്പം അത് റിക്കവർ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓണസ്റ്റി ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ചീറ്റ് ചെയ്ത പാർട്ട്ണർ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ട് അതിൻ്റെ മേലെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന സമയത്താണ്. അപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ മോർ നമ്മളുടെ ആക്ഷൻസിന് ഫോക്കസ് ചെയ്യുക, വേർഡ്സിൽ പറയുന്നതിനെക്കാട്ടും ആക്ഷൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കുറച്ചും കൂടി റിപ്പയർ കാണുന്നത്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കപ്പിൾ തെറാപ്പി അവെയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ഉണ്ടായിരുന്ന ആ ഡാമേജ് ഒക്കെ മാറ്റി പാറ്റേൺസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഇനി ഫ്യൂച്ചറിൽ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും റിപ്പയർ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒപ്പത്തിൽ നമുക്ക് കപ്പിൾ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. For more mental health and relationship content, subscribe to our page. Thank you.